ഒരു ക്ലോസ്ഡ് പൈപ്പിലുള്ള മോഡ് ഓഫ് വൈബ്രേഷൻസ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒരു ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് വൺ എൻഡ് ക്ലോസ്ഡും അതർ എൻഡ് ഓപ്പണുമായിട്ടുള്ള ഒരു പൈപ്പിനെയാണ് നമ്മൾ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത്. റെസണൻസ് കോളമൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് പൈപ്പിലുള്ള മോഡ് ഓഫ് വൈബ്രേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഫണ്ടമെൻ്റൽ മോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്കാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ആദ്യത്തെ ആൻറ്റി നോഡ് ഈ ക്ലോസ്ഡ് സർഫസിൽ ഹിറ്റ് ചെയ്യുന്ന ആ കേസാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ആൻറ്റി നോഡിനും ഇടയ്ക്കുള്ള അകലം എന്ന് പറയുന്നത് λ/4 ആണ്. അപ്പോൾ ഇത്രയും ലെങ്ത് L ഈസ് ഈക്വൽ ടു λ/4 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ലാംഡ കണ്ടുപിടിക്കുകയാണെങ്കിൽ λ ഈസ് ഈക്വൽ ടു 4L എന്ന് കിട്ടും. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിക്ക് നമുക്ക് ν1 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ν ഈസ് ഈക്വൽ ടു V/λ ആണ്. അപ്പോൾ ലാംഡയ്ക്ക് പകരം നമുക്ക് എത്ര കൊടുക്കണം? V/λയ്ക്ക് പകരം 4L കൊടുക്കണം. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ മോഡ് അല്ലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/4L ആണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫസ്റ്റ് ഓവർടോൺ ആണ് പരിശോധിക്കേണ്ടത്. ഫസ്റ്റ് ഓവർടോൺ വരുമ്പോൾ സെക്കൻഡ് നോഡ് ഈ ക്ലോസ്ഡ് സർഫസിൽ ഹിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത്രയും ലെങ്ത് L എന്ന് പറയുന്നത് ഇതൊരു λ/4 ആണ്, ഇവിടെ ഒരു λ/4 ഉണ്ടാവും, ഇവിടെ ഒരു λ/4. അപ്പം മൊത്തം 3 λ/4 വരും. അപ്പോൾ അവിടെ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. λ ഈസ് ഈക്വൽ ടു 4L/3 വരും. അതുപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ഓവർടോൺ കണ്ടുപിടിക്കുക. അതിനെ നമുക്ക് ν2 എന്ന ഫ്രീക്വൻസിക്ക് വിളിച്ചാൽ നമുക്കറിയാം V/λ ആണ് ν. ലാംഡയ്ക്ക് പകരം 4L/3. അപ്പോൾ അവിടെ 3 ഇൻറ്റു ആകും. അപ്പോൾ ഇവിടെ നോക്കുക ν2 ഈസ് ഈക്വൽ ടു V/4L ഇൻറ്റു 3 എന്ന് കിട്ടി. അപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് V/4L ആയിരുന്നു. അപ്പോൾ അതിൻ്റെ 3 ടൈംസ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് ഓവർടോൺ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് തേർഡ് ഹാർമോണിക്കാണ്. അടുത്തിനി നമുക്കിതിൻ്റെ സെക്കൻഡ് ഓവർടോൺ പരിശോധിക്കാം. ഇപ്പോൾ സെക്കൻഡ് ഓവർടോൺ വരുമ്പോൾ മൂന്നാമത്തെ നോഡ് ഈ ക്ലോസ് സർഫസിൽ ഹിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു λ/4, ഇവിടെ ഒരു λ/4, ഒരു λ/4, ഇവിടെ ഒരു λ/4. അപ്പോൾ മൊത്തം 5 λ/4 ആണ് L എന്ന് പറയുന്ന ലെങ്ത്. അപ്പോൾ L ഈസ് ഈക്വൽ ടു 5 λ/4. അപ്പോൾ അവിടെ നമുക്ക് ലാംഡ കണ്ടുപിടിച്ചാൽ λ ഈസ് ഈക്വൽ ടു 4L/5 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ഓവർടോൺ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് നമുക്ക് ν3